എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗം, അതിന്റെ ഫോർമേഷൻ എന്നീ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫോർ തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. Then I am speaking with you now. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഷീ ഈസ് റൈറ്റിംഗ്. അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ വർക്കിംഗ്. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് പ്ലേയിങ്. അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കണ്ണിന് മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചുറ്റുപാടിൽ നമ്മുടെ ചുറ്റുപാട്ടത്തൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഐ എം വർക്കിംഗ് അറ്റ് ദ മൊമെന്റ്. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ജൂലി ഈസ് സ്ലീപ്പിംഗ്. ജൂലി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്നത് ആ പറയുന്ന മൊമെന്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തേത്, for temporary situations, even if the action isn't happening at this moment. നമ്മൾ പറയുന്ന സമയത്ത് നടക്കുന്നതല്ലെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയോ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സപ്പോസ് നമ്മൾ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. TVക്കകത്താണ്, നമ്മുടെ ചുറ്റുവട്ടത്തല്ല. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ TV ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുറത്ത് നിന്ന് ചേട്ടൻ വിളിച്ച് പറയുന്നു, TV ഒന്ന് വെച്ചേ, ഇപ്പൊ പ്രധാനമന്ത്രി സംസാരിക്കാൻ തുടങ്ങിക്കാണും. അപ്പം പ്രധാനമന്ത്രി സംസാരിക്കാൻ തുടങ്ങിക്കാണും എന്ന് പറയുന്നുണ്ടേ മനസ്സിൽ ഏകദേശം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം പറയുന്ന സമയത്ത് തന്നെ ഇതേ സമയത്ത് തന്നെ തുടങ്ങിയതോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാകാം. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, രണ്ട് വായന ശീലമായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടുമുട്ടി. ഒരാൾ മറ്റേ അയാളോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷെ രണ്ടുപേർക്കും അറിയാം അവർ രണ്ടുപേരും ബസ് കാത്തു നിൽക്കുകയാണ്. ഒരാൾ ഒരു ബസ്സിലേക്ക് കയറുന്നു, അടുത്തയാൾ മറ്റേ ബസ്സിലേക്ക് കയറുന്നു. അല്ലെങ്കിൽ രണ്ട് ബസ് അടുപ്പിച്ച് നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് ബസ്സുകളിൽ നിന്ന് പരസ്പരം ചോദിക്കുകയാണ്, നീ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷെ രണ്ടുപേരും ഇപ്പോൾ ബസ്സിൽ വായിച്ചുകൊണ്ടിരിക്കുകയല്ല, യാത്ര ചെയ്യുകയാണ് എന്ന് പരസ്പരം അറിയുകയും ചെയ്യാം. പക്ഷെ ആ സിറ്റുവേഷനിലെ ചോദ്യം ഇതാണ്, ഈ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസുകളിൽ ഒന്നാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ജോൺ ഈസ് വർക്കിംഗ് ഇൻ എ ബാർ until he finds a new job in his field. പുതിയൊരു ജോലി കണ്ടെത്തുന്നവരെ ജോൺ ഒരു ബാറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനർത്ഥം ജോൺ ഇപ്പോൾ ചിലപ്പോൾ ബാറിൽ ജോലി ചെയ്യുകയാകാം, അല്ലായിരിക്കാം. അല്ലെങ്കിൽ ജോൺ ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ജോണിന്റെ ജോലിയെ പറ്റി പറയുന്ന സമയത്ത് ജോൺ ഇപ്പോൾ ഇവിടെ അല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ സുഹൃത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന ആള് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അയാൾക്കറിയാം. പക്ഷേ അല്ലെങ്കിൽ വാട്ട് ആർ യു സ്റ്റഡി? എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷെ നിങ്ങൾ തൊട്ട് മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതല്ല ചോദ്യം, എന്ത് കോഴ്സാണ് പഠിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. ഐ എം ഡൂയിങ് മൈ BA ഓർ ഐ എം സ്റ്റഡിങ് ഇൻ ക്ലാസ് 9 അല്ലെങ്കിൽ ഐ എം സ്റ്റഡിങ് ഇൻ +2 എന്നൊക്കെ നമ്മൾ പറയും. ഞാൻ +2 പഠിക്കുന്നത്, ഞാൻ 9 പഠിക്കുന്നത്, ഞാൻ BAക്ക് പഠിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ പറയുന്ന മൊമെന്റിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. പക്ഷേ ഈ കാര്യം പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതാണ് രണ്ടാമത്തെ ഉപയോഗം. ഐ എം റീഡിങ് എ റിയലി ഗ്രേറ്റ് ബുക്ക്. ഞാനൊരു നല്ല ബുക്ക്, ശരിക്കും നല്ല ഒരു ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറയുന്ന മൊമെന്റ് വായിച്ചുകൊണ്ടിരിക്കുകയല്ല. ഷീ ഈസ് സ്റ്റേയിങ് വിത്ത് ഹർ ഫ്രണ്ട് ഫോർ എ വീക്ക്. പക്ഷെ അവളിപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. അവളുടെ ഫ്രണ്ടിന്റെ കൂട്ടത്തിലാണ് ഒരാഴ്ച കൊണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവൾ എൻ്റെ കൂട്ടത്തിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത്, പ്രസന്റ് സിമ്പിൾ ഈസ് യൂസ് ഫോർ പെർമനന്റ് സിറ്റുവേഷൻ ദാറ്റ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം. അതേസമയം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ സ്ഥിരമായിട്ടൊരു ലോങ് ടൈമിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ, നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെ കേസിൽ നമ്മളത് കണ്ടതാണ്. സിമ്പിൾ പ്രസന്റിനകത്ത് ഒരു ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതൊരു ലോങ് ടൈമിലേക്ക് നടക്കുകയാണെങ്കിൽ അത് നമ്മൾ സിമ്പിൾ പ്രസന്റിലായിരിക്കും പറയുന്നത്. ഐ വർക്ക് ഇൻ എ സ്കൂൾ. ഞാനൊരു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. ആദ്യത്തെ സെന്റൻസ് സർക്കാർ ജോലിയാണ്, എപ്പോഴും മാറ്റമൊന്നുമില്ല. ഒരു സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്കൂളിലേക്ക് സ്ഥിരമായിട്ട് അയാൾ പെൻഷൻ ആകുന്ന ഒരു സ്കൂളിൽ ജോലി ചെയ്യും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പർട്ടിക്കുലർ പീരീഡിലേക്ക്, ഒരു കാലാവധിയിലേക്ക്, ഒരു നീണ്ട കാലത്തിലേക്ക് അതൊരു സ്ഥിരമായിട്ടുള്ള ജോലിയാണ്. സ്ഥിരമായിട്ടുള്ളൊരു ജോലിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അയാളുടെ ശീലങ്ങളുടെ റെഗുലർ ആക്ഷൻ, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സ്ഥിരതയുണ്ട്, പെർമനന്റ് നേച്ചറുണ്ട്.
അതേസമയം അടുത്തൊരു കേസുണ്ട്, ഐ എം വർക്കിംഗ് ഇൻ എ സ്കൂൾ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഇപ്പോൾ ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അയാൾ സ്കൂൾ ടീച്ചർ എന്നുള്ള രീതിയിലായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ജോലിയും കൂടെ ശ്രമിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജോലി ഇട്ടിട്ട് അയാൾ പോകുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കൂള് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെമ്പററി ഷെൽട്ടറായിട്ട് മാത്രമേ അയാൾ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. സാധാരണയായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പെർമനന്റ് അല്ല, സ്ഥിരമായിട്ടുള്ളതൊന്നുമല്ല, പക്ഷേ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. മൂന്നാമത്തെ ഉപയോഗം ഫോർ ടെമ്പററി ഓർ ന്യൂ ഹാബിറ്റ്സ്, പുതുതായിട്ട് തുടങ്ങിയ ചില ശീലങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില റെഗുലർ ആക്ഷൻസ്, അല്ലെങ്കിൽ അത് ടെമ്പററി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് പറയുന്നതിന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹീസ് ഈറ്റിംഗ് അ ലോട്ട് ദീസ് ഡേയ്സ്. ഈ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് കക്ഷി നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നേരത്തെ ഇല്ലായിരുന്നു, അത് അവന്റെ ശീലവുമല്ല, പക്ഷെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ദെൻ ഷീ ഈസ് സ്വിമ്മിങ് അവര് മോർണിംഗ്, പക്ഷെ നേരത്തെ അവൾക്ക് നീന്തുന്ന ശീലവേ ഇല്ലായിരുന്നു, പക്ഷെ 2-3 ദിവസം കൊണ്ട് കക്ഷി ഭയങ്കരമായിട്ട് നീന്തലൊക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കക്ഷി നീന്താറുണ്ട് എല്ലാ ദിവസവും. അവ നേരത്തെ ഉണ്ടായിരുന്നതല്ല, പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ശീലമാണ്. യു ആർ സ്മോക്കിംഗ് ടു മച്ച്. നീ ഇപ്പോൾ ഭയങ്കരമായിട്ട് പുകവലിക്കുന്നുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വലിക്കുന്നുണ്ട്. നേരത്തെയും വലിക്കും, പക്ഷെ ഇപ്പോൾ വലിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ വലി ഇച്ചിരി കൂടുതലാണ്, നേരത്തെ തന്നെക്കാൾ കൂടുതലായിട്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്ഥിരമായിട്ട് കാണുന്നതാണെങ്കിൽ പോലും അതിൽ നിന്ന് ഇച്ചിരി വ്യതിചലിച്ച് കൂടുതലോ കുറവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ചേർത്ത് പറയാറുണ്ട്. നാലാമത്തെ ഉപയോഗം ഫോർ ഹാബിറ്റ്സ് ദാറ്റ് ആർ നോട്ട് റെഗുലർ. സ്ഥിരമായിട്ടുള്ള ഹാബിറ്റ്സ് ഒന്നുമല്ല, പക്ഷെ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. യു ആർ ഫോർ എവർ ലൂസിങ് യുവർ കീസ്. നിങ്ങളുടെ കീ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നു. ഒരു പാർട്ടിയുടെ സ്ഥിരം ശീലമാണ് കീ നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. എവിടെ കൊണ്ടുവച്ചാലും അയാളുടെ കീ കളഞ്ഞു പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഇപ്പൊ പുതിയതായിട്ട് മേടിച്ചൊരു കീയും കൂടെ കളഞ്ഞു. അപ്പം പറഞ്ഞു നിന്റെ കീ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നു. അതിനർത്ഥം അയാള് ഇനി ഒരിക്കലും കീ ഉപയോഗിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ അയാളുടെ ഈ കീ കൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സിറ്റുവേഷൻ. ഷീ ഈസ് കോൺസ്റ്റന്റ്ലി മിസ്സിങ് ദ ട്രെയിൻ. അവൾക്ക് സ്ഥിരമായിട്ട് ട്രെയിൻ മിസ് ചെയ്യാറുണ്ട്. എല്ലാ കാലത്തും അവൾക്ക് മിസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ചിലപ്പോഴൊക്കെ അവൾ മിക്കവാറും സ്റ്റേഷനിൽ വരുന്നുണ്ട് 2 മിനിറ്റോ 3 മിനിറ്റോ അല്ലെങ്കിൽ 2-3 സെക്കൻഡോ 10 സെക്കൻഡോ 5 സെക്കൻഡോ ഒക്കെ മുമ്പായിട്ട് ട്രെയിൻ സ്റ്റേഷൻ വിട്ടു പോയി കഴിഞ്ഞിരിക്കും. അപ്പൊ സ്ഥിരമായിട്ട് ട്രെയിൻ മിസ് ചെയ്യുന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ലൂസി ഈസ് ഓൾവേസ് സ്മൈലിംഗ്. ലൂസി ചുമ്മാ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സ്ഥിരമായിട്ടുള്ള കേസൊന്നുമല്ല, പക്ഷെ കാര്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ഇങ്ങനെ പല്ലൊളിച്ച് കാണിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം സ്ഥിരമായിട്ടുള്ള ഹാബിറ്റ് അല്ല, പക്ഷേ എന്താ പറയുന്നത്, റെഗുലർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വിട്ട് കാണാറുള്ള കാര്യങ്ങൾ പറയുന്നതിന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. 5 ഫോർ ഡെഫിനിറ്റ് ഫ്യൂച്ചർ അറേഞ്ച്മെന്റ്സ്. വി ഹാവ് ഓൾറെഡി മെയ്ഡ് എ പ്ലാൻ ആൻഡ് വി ആർ പ്രിറ്റി ഷുവർ ദാറ്റ് ദ ഈവന്റ് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ് നമ്മൾ പ്രസന്റ് സിമ്പിൾ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടാവും. പ്രസന്റ് സിമ്പിളിനകത്ത് നമ്മൾ സ്ഥിരമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അത് ഒരു ഡിസിഷൻ, ഒരു തീരുമാനം പറയുന്നതിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. അതേസമയം ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില അറേഞ്ച്മെന്റ്, ചില പ്ലാനുകൾ, നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആഗ്രഹങ്ങൾ പറയാൻ ഗോയിങ് ടു എന്ന് പറയുന്ന ഒരു കളേർഡ് ഫ്യൂച്ചർ എന്നാണ് ആ ടേമിന് പറയുന്നത് പോലും. അത് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹി ഈസ് ഗോയിങ് ടു കം ടുമോറോ, ദെൻ ഐ എം ഗോയിങ് ടു ബി എ ഡോക്ടർ, ഐ എം ഗോയിങ് ടു ബി ലോയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാനൊരു വക്കീലാകാൻ പോകുന്നു, എന്റെ ആഗ്രഹമാകാം. ആ ആഗ്രഹം പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗോയിങ് ടു ചേർത്ത് പറയാറുണ്ട്. ഇനി ഗോയിങ് ടു ഇല്ലാതെ സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാനിങ്ങോ ഫ്യൂച്ചറിലേക്കുള്ള ഒരു അറേഞ്ച്മെന്റോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുടെ അറേഞ്ച്മെന്റിന്റെ വെളിപ്പെടുത്തലാണ്. ദെൻ ഫോർ എക്സാമ്പിൾ, ഐ എം മീറ്റിംഗ് മൈ ഫാദർ ടുമോറോ. ഞാൻ കുറെ ദിവസമായി അച്ഛനെ കണ്ടിട്ട്, ഞാൻ നാളെ അച്ഛനെ കാണാൻ പോകുന്നു. പോയിട്ടില്ല, പക്ഷെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വി ആർ ഗോയിങ് ടു ദ ബീച്ച് അറ്റ് ദ വീക്കെൻഡ്. ഈ വീക്കെൻഡിൽ നമ്മൾ ബീച്ചിലേക്ക് പോകുന്നു. പോയിട്ടില്ല ഇതുവരെ, പക്ഷെ പോകാൻ പോകുന്നു. ഇനി ഐ എം ലീവിങ് അറ്റ് 3. ഞാൻ 3 മണിയാകുമ്പോഴത്തേക്ക് പോകും. 3 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശമാകാം. അല്ലെങ്കിൽ ഹി ഈസ് കമ്മിങ് ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ അവൻ വരുന്നുണ്ട്. അവൻ വരണമെന്ന് തുടങ്ങി ചുമ്മാ കയറി വരികയല്ല. ചിലപ്പോൾ വളരെ ദൂരത്തു നിന്നുള്ള ഒരാളാണെങ്കിൽ ട്രെയിനിലോ ബസ്സിനോ വരണം.
അതിനുവേണ്ടി വരാനുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഈ തയ്യാറെടുപ്പിനെ നമ്മൾ മുൻകൂട്ടി പറയുകയാണ് സത്യം പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനകത്തോടെ നമ്മൾ ചെയ്യുന്നത്. അടുത്തത് ഇതിന്റെ ഫോമാണ്. ഫോം എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സബ്ജക്റ്റ്, അതിനോടൊപ്പം ഈസ്, ആം, ആർ, അതിന്റെ കൂട്ടത്തിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ് കേട്ട് ഞെട്ടണ്ട, സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ING ഫോമിനാണ് നമ്മൾ സാധാരണയായിട്ട് അതിന്റെ ടെക്നിക്കൽ ടേമാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. സബ്ജക്റ്റിനോടൊപ്പം ഈസോ, ആമോ, ആറോ ചേർക്കുക. അതിന്റെ കൂട്ടത്തിൽ ING വേർബ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമുകൾ ഉണ്ടാക്കുന്നത്. ഈസ് സിംഗുലർ സബ്ജക്റ്റുകളോടൊപ്പം, അതായത് സബ്ജക്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, ഹി, ഷീ, രാഹുൽ, രവി എന്നൊക്കെ പറയുന്നത് സിംഗിൾ സബ്ജക്ട് ആണെങ്കിൽ അതിന്റെ കൂടുതൽ ഈസും, പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ അതിന്റെ കൂടുതൽ ആർ. പ്ലൂറൽ സബ്ജക്ട് എന്ന് പറയുന്നത് ദേ, അവർ, വി, ഞങ്ങൾ, യു, നിങ്ങൾ, രാജ് ആൻഡ് രവി, രാജും രവിയും. അപ്പൊ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ വരുന്നത് എല്ലാം പ്ലൂറൽ സബ്ജക്റ്റുകളാണ്. പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂട്ടത്തിൽ ആറും. ഇനി സബ്ജക്റ്റ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത് ഐ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ആമുമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസിന്റെ ഫോർമേഷൻ നമുക്കൊന്ന് കാണാം. അഫർമേറ്റീവ്, നെഗറ്റീവ്, ഇൻട്രോഗേറ്റീവ്, നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്, ഇങ്ങനെ 4 തരത്തിലാണ് സെന്റൻസുകൾ ഫോം ചെയ്യുന്നത്. അപ്പം അഫർമേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസുകളാണ് സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അതിന്റെ നെഗറ്റീവ്, അതിന്റെ നെഗറ്റീവായിട്ടുള്ള ഫോർമേഷൻ നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറയും. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻട്രോഗേറ്റീവ്സ് എന്ന് പറയും. ഇനി നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്, നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്, ഇങ്ങനെ 4 തരത്തിലായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്നാമത്തേത് ഐ എം പ്ലേയിങ്. We or they are doing their work. He or she is reading. നമ്മൾ കണ്ടതുപോലെ പറഞ്ഞതുപോലെ ഐയോടൊപ്പം ആമും, വി, ദേ അതിനോടൊപ്പം ആറും, ഹി, ഷീ, രാഹുൽ ഇതിനോടൊപ്പം ഈസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേർബിന്റെ എല്ലാത്തിന്റെയും കൂടുതൽ ING വന്നിട്ടുണ്ട്. ഇനി നെഗറ്റീവ് ഉണ്ടാക്കുന്ന സമയത്ത് ഈസിയാണ്. നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് നെഗറ്റീവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈസു, ആമോ, ആറോ എവിടെയാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ തൊട്ടുപുറകിലായിട്ട് നോട്ട് ചേർത്ത് കൊടുത്താൽ നെഗറ്റീവായി. അതായത് ഐ ആം പ്ലേയിങ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഐ ആം, ആമിന് ശേഷം നോട്ട് ചേർത്താൽ ഐ ആം നോട്ട് പ്ലേയിങ്. ദെൻ വി ആർ പ്ലേയിങ് ഓർ വി ആർ നോട്ട് പ്ലേയിങ്. ദേ ആർ ഡൂയിങ് their work. Then they are not doing their work. Then we are not doing anything. They or he, she അതിന്റെയൊക്കെ കൂടുതൽ നമ്മൾ ഈ നോട്ട് ചേർത്ത്, ഈസിന്റെ കൂടുതൽ നോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവായിട്ട് മാറും. ഇനി അടുത്തത് ഇൻട്രോഗേറ്റീവ് ആണ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. ഈസും ആമും ആറും ഈ സെന്റൻസിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ ഭാഗത്തേക്ക്, ഏറ്റവും മുമ്പിലത്തെ ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ക്വസ്റ്റ്യൻ റെഡിയാണ്. ദെൻ ആർ ദേ ഡൂയിങ് ദെയർ വർക്ക്. ദേ ആർ ഡൂയിങ് ദെയർ വർക്ക് എന്നുള്ളതാണ്. ആ ദേയുടെ മുമ്പിലേക്ക് നമ്മൾ ആറിനെ എടുത്തുകൊണ്ട് വെച്ചു. സെന്റൻസിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വാട്ടോ, വേറോ, വെന്നോ, WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പറ്റും. ഈ ഉണ്ടാക്കിയ ക്വസ്റ്റ്യന്റെ തൊട്ട് മുമ്പിലേക്ക് വാട്ടോ, വേറോ, വെന്നോ, ഹൗവോ ചേർത്ത് കൊടുത്താൽ മതി. ദെൻ ആർ ദേ ഡൂയിങ് ദെയർ വർക്ക്, വാട്ട് ആർ ദേ ഡൂയിങ്. ദെയർ വർക്ക് എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടുന്ന, അപ്പൊ അതൊക്കെ മാറ്റിക്കളയുക. ദെൻ വാട്ട് ആർ ദേ ഡൂയിങ്, അല്ലെങ്കിൽ വെൻ ആർ ദേ ഡൂയിങ് ദെയർ വർക്ക്, ഹൗ ആർ ദേ ഡൂയിങ് ദെയർ വർക്ക്. ഹൗ എന്ന് ചോദിച്ചാൽ എങ്ങനെ എന്നുള്ളതായി, വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്, വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എന്നുള്ളതാണ്, വെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ എന്നുള്ളതാണ് മീനിങ്. ഇനി അടുത്തത് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് ആണ്. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആർ ദേ ഡൂയിങ് എന്നുള്ളതാണെങ്കിൽ അതിന് കൂടുതൽ ആറിൻറ്റ്, ആർ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ആറിൻറ്റ് എന്ന് പറയുന്നത്. ആറിൻറ്റ് നമ്മൾ ക്വസ്റ്റ്യന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ക്വസ്റ്റ്യനായി. ആറിൻറ്റ് ദേ ഡൂയിങ് ദെയർ വർക്ക്. വേറെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം, ആർ ദേ നോട്ട് ഡൂയിങ് ദെയർ വർക്ക്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ WH ചേർത്ത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. വാട്ട് ആർ ദേ, വൈ ആർ ദേ നോട്ട് ഡൂയിങ്, ഓർ വാട്ട് ആർ ദേ നോട്ട് ഡൂയിങ്. അവരെന്തൊക്കെ ചെയ്യുന്നില്ല എന്നാകാം. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നും ചോദിക്കാം. വൈ ആർ ദേ നോട്ട് ഡൂയിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇത് കണ്ടതിന് നന്ദി. ബാക്കി തുടർന്നുള്ള വീഡിയോകൾ കൂടെ കാണുക, പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. I am Jijo Abraham signing out. Thank you.